ഹായ് വെൽക്കം ബാക്ക് ടു അബി സൊല്യൂഷൻ. വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റ്സുകൾ ഇപ്പം ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേക്ക് ആയിരിക്കും വരും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ അതിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ പല ആളുകൾക്കും 90% ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങളൊന്ന് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് വാട്സപ്പ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഇനി അപ്ഡേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർഫേസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കാണുന്ന ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ കോൾസ്, കമ്മ്യൂണിറ്റീസ്, ഈ കാര്യങ്ങളെല്ലാം മുകളിലായിരുന്നുണ്ടായിരുന്നു. ഈ ടാസ്ക് ബാർ കംപ്ലീറ്റ് ഇപ്പോൾ താഴേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചാറ്റ്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നൊരു ബുദ്ധിമുട്ട്, എല്ലാവരും പറയുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ അപ്ഡേറ്റ്സിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് അറ്റ് എ ടൈമിൽ ആകെ ഒരു 4 സ്റ്റാറ്റസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അതിൽ അതേപോലെ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് വേണം കാണുന്നുണ്ടെങ്കിൽ ബാക്കി ആദ്യമുള്ള സമയത്തൊക്കെയാണ് നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ആർക്കും അത്ര താല്പര്യമില്ല. 99% ആൾക്കാർക്കും താല്പര്യമില്ല. ഇവിടെ നമുക്ക് ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കൂടുതൽ അവർ ഇപ്പോൾ വാട്സപ്പ് കൂടുതലായിട്ട് അവർ താല്പര്യം കാണിക്കുന്നത്. അതാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പക്ഷേ ഇവിടെ ഈ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണിത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുൻപ് ഇതെല്ലാ ഫോണിലും ഇതേ രീതിയിൽ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമുക്ക് റിയൽമി ഫോണിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ ഓപ്പോയിൽ നോക്കി നോക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഐഫോണിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമ്മൾ റിയൽമിയിൽ നോക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഐഫോണിൽ എങ്ങനെയാണ് ഇതിൻ്റെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഐഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഐഫോണിൽ ഞാൻ ഇതേപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഐഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചാറ്റ്സ് കാര്യങ്ങൾ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇൻ്റർഫേസിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ടാസ്ക് ബാറിലാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. ചാറ്റ്സ് ആണെങ്കിലും അപ്ഡേറ്റ്സ്, കോൾസ്, കമ്മ്യൂണിറ്റീസ്, സെറ്റിങ്സ് എല്ലാം താഴെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്ഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടില്ലേ സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ വളരെ പക്കായിട്ട് വന്നിട്ടുണ്ട്. കാരണം യൂസർ ഫ്രണ്ട്ലി തന്നെയാണ്. കാരണം നമുക്ക് ഇതിലൊന്നും ഐഫോണിലൊന്നും ഈ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. കണ്ടില്ലേ വളരെ ഈസി ആയിട്ടുണ്ട്. നമുക്ക് ചാനൽസ് ഏറ്റവും താഴെ, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചാനൽസ് ഏറ്റവും താഴെയാണ്. വേണ്ട ആളുകൾക്ക് മാത്രം ഏറ്റവും താഴെ പോയിട്ട് ചാനൽസ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിതിൽ കണ്ടില്ലേ ചാനൽസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. കമ്മ്യൂണിറ്റീസ് ഓക്കെയാണ്, കുഴപ്പമില്ല. ഐഫോണിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓപ്പോയിൽ നമുക്ക് നോക്കി നോക്കാം ഓപ്പോയിലെ സ്ഥിതി എന്താണെന്നുള്ളത്. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് മാറ്റം വരുത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊന്നൊരു ഓപ്പോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പോയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ചാറ്റ്സ് ഇതുപോലെ തന്നെ നമ്മൾ ഓക്കെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കുക. ഇവിടെ ടാസ്ക് ബാറിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, പിന്നെ കോൾസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ ഓപ്പോയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഓപ്പോയിൽ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ സ്റ്റാറ്റസ് താഴേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില ഫോണുകളിൽ ചില സമയത്ത് വ്യത്യാസം വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ സ്റ്റാറ്റസ് താഴേക്ക് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ചാനൽസ് ഏറ്റവും താഴെയായിട്ടാണ് വന്ന് കിടക്കുന്നത്. കണ്ടില്ലേ ചാനൽസ് ഏറ്റവും താഴെ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം വരുന്നത്, അതായത് പണ്ടുള്ള രീതി തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ അത്രയും അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വാട്സപ്പ് ഓൾഡ് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. വാട്സപ്പ് ഓൾഡ് വേർഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ APK ഫയൽസ് നമുക്കുള്ള സൈറ്റുകൾ കാണാൻ സാധിക്കും. വാട്സപ്പ് ഓൾഡ് വേർഷൻ നമ്മളൊന്ന് ടൈപ്പ് ചെയ്തു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ APK ഫയൽസ് നമുക്ക് ഇവിടെ കാണും. അതിൽ വാട്സപ്പ് ഓൾഡ് വേർഷൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓൾഡ് വേർഷനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ പഴയ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പുതിയ അപ്ഡേറ്റ്സുകൾ, സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് പഴയ വേർഷനിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അപ്ഡേറ്റ്സുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കുക ഇതേ അവസ്ഥ തന്നെയാണോ നിങ്ങളുടെ ഫോണിലെങ്കിൽ എന്നുള്ളത്. ഇനി അത്രയും അത്യാവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്നെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലൊന്ന് ഓൾഡ് വേർഷനിലേക്ക് മാറ്റിയാൽ മതി. അതിന് ഞാൻ യാതൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
നല്ല രീതിയിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വളരെ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സെറ്റിംഗ്സ് ഒക്കെ വളരെ അപ്ഡേറ്റഡ് ആവുള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകും. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.